അള്ളാഹു ഉയർത്തും. എങ്ങനെ? അവർക്ക് അസുഖം നൽകിക്കൊണ്ട്. ആ അസുഖത്തിന് അവർ ക്ഷമിക്കുമ്പോൾ, ആ അസുഖത്തിന് അവർ അള്ളാഹുവിനെ പറ്റി നല്ലൊരു വിചാരത്തോടുകൂടി ക്ഷമിച്ച് നല്ല രൂപത്തിലായ പരീക്ഷണത്തെ കാണുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അവർക്ക് കൂടുതൽ പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് ഒന്നിനും നഷ്ടമല്ല, അല്ലെ? ഒന്നിനും. സഹോദരങ്ങളെ, അജബല്ലി അംറിൽ മുഅ്മിൻ എന്ന് പറഞ്ഞ ഹദീസ് മാത്രം മതി. മുഅ്മിനിന്റെ കാര്യം എന്തത്ഭുതമാണ്, എന്തത്ഭുതമാണ്. അവനൊരു അനുഗ്രഹം കിട്ടിയാൽ, ഒരു ഖൈർ കിട്ടിയാൽ അവൻ നന്ദി കാണിക്കും. അതിന് ഖൈറാണ്. കാരണം പഠിച്ചത് ലൈൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ പടച്ചോങ്ങൾക്ക് എന്ത് ചെയ്യും? വീണ്ടും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോ ഒരു അനുഗ്രഹം അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അനുഗ്രഹങ്ങൾ ഉറക്കനെ വിളിച്ചു കാണുന്നതാണ്. അത് നമ്മൾ കാണിച്ച അല്ലാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുന്ന വേണം. അനുഗ്രഹങ്ങൾ മൂടി വെക്കേണ്ടതില്ല. അതിനുള്ള നന്ദികൾ നമ്മൾ പ്രഖ്യാപിക്കണം സഹോദരങ്ങളെ. അത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കണം. നമുക്ക് കുറച്ച് സമ്പത്തുണ്ടോ, അത് പാവങ്ങളെ സഹായിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ സമ്പത്ത് കൊണ്ട് ഒരാളുടെ വേദന മാറ്റാൻ, ഒരാളുടെ പ്രയാസം പരിഹരിക്കാൻ, നമ്മുടെ അയൽവാസിയുടെ പട്ടിണി മാറ്റാൻ, നമ്മുടെ മഹലിൽ ഒരാളുടെ സാമ്പത്തിക പ്രയാസം തീർക്കാൻ നമ്മളെ സമ്പത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സഹോദരങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ ആ സമ്പത്തിനുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞതാണ്. പടച്ചോൻ എനിക്ക് കുറെ സ്വത്ത് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് 1000 വട്ടം പറയുന്നതിനേക്കാൾ ഖൈർ ആ പൈസ കൊണ്ട് ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന് നന്ദി കാണിച്ചാൽ അതവന് ഖൈറാണ്. എന്നാലോ ഒരു പ്രയാസം വരുമ്പോഴോ അതിലവൻ ക്ഷമിക്കുമെന്നാണ്. അവൻ ക്ഷമിക്കും. രോഗമാകട്ടെ, വേറെന്തെങ്കിലും പ്രയാസങ്ങളാകട്ടെ, കച്ചവടത്തിലെ വിഭവ നഷ്ടമാകട്ടെ, സാമ്പത്തിക പ്രയാസമാകട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രയാസം ജീവിതത്തിൽ ബാധിച്ചാലും അതിലും അവൻ ക്ഷമിക്കും. അപ്പോഴത്തെയും ആ ക്ഷമിച്ചാല് അവന് പ്രതിഫലം അല്ലാഹു ആ ക്ഷമിച്ചതിന് നൽകുമെന്നാണ്. അപ്പോഴും അതും അവന് ഖൈറാണ്. അല്ലാച്ചെങ്കിൽ എങ്ങനെ വന്നാലും വിശ്വാസിക്ക് ഖൈറാണ്. അവന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, ഒരു പ്രയാസം ഉണ്ടായാലും ഒരു സുഖം ഉണ്ടായാലും, ഒരു ദുഃഖം ഉണ്ടായാലും ഒരു സന്തോഷം ഉണ്ടായാലും, അല്ലെ, രണ്ടും അവനെന്താണ്? അവന് ഖൈറാണ്. സുഖത്തിൽ അവനെന്ത് ചെയ്യും? അല്ലാഹുവിന് നന്ദി കാണിക്കും. നമ്മൾ എപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പടച്ചോന്ന് കൊടുക്കുക. ഒരു വിശ്വാസി അങ്ങനെ ആകരുത്. നമ്മൾ പ്രയാസം ഉണ്ടാവുമ്പോഴും പ്രയാസമില്ലാത്ത സമയത്തും നമ്മൾ അല്ലാഹുവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകണം. പ്രയാസം വരുമ്പോൾ മാത്രം പടച്ചോനെ ഓർക്കുക എന്നുള്ളത് അത് കുറച്ചും കൂടി കുറഞ്ഞ ഈമാന്റെ അവസ്ഥയാണ്. അതും ആ ഒരവസ്ഥയിലും അല്ലാഹുവിനെ ആലോചിക്കാത്ത ആൾക്കാരെ പറ്റി നിങ്ങൾ ആലോചിച്ചെങ്കിൽ അത് വല്ലാത്ത ഒരു പരീക്ഷണത്തിൽ ഒരാൾ തകരുക എന്ന് പറഞ്ഞതാണ്. ഒരു പരീക്ഷണം നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി എങ്ങനെ ചോദിച്ചാൽ, ഒരു പരീക്ഷണം കാരണമായിട്ട് നമ്മൾ പടച്ചോനോട് അടുത്തുകണോ, നമ്മുടെ നമസ്കാരം ഒന്നും കൂടി നന്നായി, നമ്മളെ പ്രാർത്ഥന ഒന്നും കൂടി ഇഖ്ലാസുള്ളതായി, നമ്മളൊന്നും കൂടി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ തുടങ്ങി, നമ്മളൊന്നും കൂടി രാത്രി നിസ്കരിക്കാൻ നമ്മൾ 3 റക്അത്തുള്ളത് നിസ്കാരത്തിന്റെ റക്അത്ത് കൂട്ടി, നമ്മൾ റക്അത്തിന്റെ നീളം കൂട്ടി, നമ്മൾ ഒന്നും കൂടി കൂടുതൽ ഖുർആൻ ഓതാൻ തുടങ്ങി, നമ്മൾ കുറച്ചുകൂടി ദിക്ർ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ പരീക്ഷണം അത് പോസിറ്റീവാണ്, അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രയാസം വന്നപ്പോൾ, ഒരു പരീക്ഷണം ജീവിതത്തിൽ വന്നപ്പോൾ സഹോദരങ്ങളെ പടച്ചോനെ മറന്ന അവസ്ഥ ഉണ്ടായി. ഇത്രയൊക്കെ നിസ്കരിച്ചിട്ട് എന്താ കിട്ടിയത്? ഒരു കാര്യം ഉണ്ടായില്ല. പടച്ചോനെ തിരിഞ്ഞു നോക്കണില്ല എന്ന രൂപത്തിൽ ഉള്ള നിസ്കാരം നമ്മൾ ഒഴിവാക്കുന്ന അവസ്ഥയാണെങ്കിൽ, സുന്നത്ത് നിസ്കരിക്കാതായിട്ടുണ്ടെങ്കിൽ, ഓതുന്ന ഖുർആൻ നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരമായി ചൊല്ലിയിരുന്ന അദ്കാറുകൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തില് സൂക്ഷ്മതകളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ്. ആ പരീക്ഷണം നമ്മളെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതൊക്കെ ഖൈറാണ്. ജീവിതത്തില് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ അസുഖം വന്ന് കുടുംബമൊക്കെ, ആ അസുഖം കാരണം കുടുംബം വരെ നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായി. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മറിയം ബീവി അല്ലെ, ഈസാ അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം, അലൈഹിസ്സലാം അവർക്ക് വലിയ പരീക്ഷണമാണ്. വലിയൊരു വ്യഭിചാര ആരോപണം എന്ന് പറയുന്നത്, പിതാവില്ലാതെ ഒരു ആണിന്റെ സ്പർശനമില്ലാത്ത ഒരു കുട്ടി ഉണ്ടാകുക, ജീവിതത്തിൽ എത്രയും വലിയ ഒരു
എന്താണ് ശുദ്ധിയുള്ള ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു സ്ത്രീയെ കുറിച്ച് അങ്ങനെ അപവാദം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ? അത്രയും പരീക്ഷണങ്ങളിലൂടെയാണ് അവർ കടന്നുപോയി. യൂസുഫ് നബി അലൈഹി സ്വലാം സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി അല്ലെ? യാക്കൂബ് നബിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആ മക്കള് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ എന്താണ് ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അവസ്ഥയാണ്. ഇപ്പൊ യൂസുഫ് നബിന്റെ അവസ്ഥ ആലോചിച്ചു നിങ്ങള് അല്ലെ? ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റപ്പെടുക, എന്നിട്ട് സംരക്ഷിക്കേണ്ട സഹോദരങ്ങൾ കിണറ്റിൽ കൊണ്ടിടുക, എന്നിട്ട് അവിടുന്ന് കച്ചവട സംഘം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക. എന്നിട്ടോ ആ വിറ്റതിന് ശേഷം കൊട്ടാരത്തിലുള്ളവർ വാങ്ങിയിട്ട് പിന്നെ കുറച്ചു കാലം കൊട്ടാരത്തിന് വളരാ. എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഒരു മാതാവാരാണ്, പിതാവാരാണ്, അല്ലെങ്കിൽ മാതാവും പിതാവും നഷ്ടപ്പെട്ട് നമ്മൾ എന്ത് സൗഭാഗ്യത്തിൽ ജീവിച്ചാലും സഹോദരങ്ങളെ അതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് അല്ലെ? അത് കഴിഞ്ഞിട്ട് ഒരു യുവാവായി വരുമ്പോൾ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ അത് ആരേറ്റാണ് ആലോചിക്കണം. സംരക്ഷണം നൽകിയ ആളുടെ ഭാര്യയുമായിട്ടുള്ള അഭീത ബന്ധം ആരോപിച്ചുകൊണ്ട് ജയിലിലടക്കപ്പെടുക. ചെയ്യാത്ത കുറ്റത്തിന്, ഏറ്റവും മോശമായ കുറ്റത്തിന് ജയിലിലടക്കപ്പെടുക. അതും ഒന്നും രണ്ടല്ല, നീണ്ട വർഷങ്ങളോളം ഒരു യുവത്വം ജയിലിൽ കിടക്കണം അല്ലെ? ഒരു ബാല്യം, ഒരു ശൈശവം, ഒരു ബാല്യം, ഒരു കൗമാരം, ഒരു യുവത്വം, ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കളിലേക്ക് മടക്കണം. ഒരു പുരുഷായുസ്സാണ് സഹോദരങ്ങളെ. നമ്മളിങ്ങനെ ആലോചിച്ചാല് ഒരു പുരുഷായുസ് മുഴുവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? അതൊക്കെ അള്ളാഹു നമുക്ക് ഇതൊക്കെ എപ്പോഴാണ്? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കാ കാലഘട്ടത്തിൽ പ്രബോധനം നടത്തുമ്പോൾ കുടുംബക്കാർ തെറി വിളിക്കാണ്, കുടുംബക്കാര് മാനസികമായി അകലെയാണ്, കുടുംബക്കാര് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുമ്പോ ആരാണ് നബി? ആ കുടുംബത്തിൽ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ആ പ്രവാചകനെയാണ് അല്ലമീൻ എന്ന് വിളിച്ച നാവുകൊണ്ടാണ് വ്യാജവാദി, കള്ളവാദി, സിഹിർവാദിച്ചവൻ എന്ന് വിളിക്കുന്നത്. ആ നാവുകൊണ്ടാണ്, അതേ നാവുകൊണ്ടാണ് ആളുകൾ വിളിക്കുന്നത്. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ അല്ലെ? അത്രയും വലിയൊരു മാനസിക പീഡനം സ്വന്തം നാട്ടുകാരും കുടുംബക്കാരും എതിർക്കുന്ന, ആക്ഷേപിക്കുന്ന, കല്ലെറിയുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വിഷമിച്ചു, മനസ്സ് നൊമ്പരപ്പെട്ടു. ആ മനസ്സിന്റെ മുറിവുണക്കാനാണ് സൂറത്ത് യൂസുഫ് ഇറങ്ങിയത്. പ്രവാചകരെ, താങ്കൾ മാത്രമല്ല, താങ്കൾക്ക് മുമ്പും പ്രവാചകന്മാർ വലിയ മാനസികമായ പിരിമുറുക്കത്തിലൂടെ, സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. യാക്കൂബ് നബി അനുഭവിച്ച മാനസിക സംഘർഷത്തിലായിരിക്കും അല്ലെ? തന്റെ മക്കള്, തന്റെ മൂത്ത മക്കള് ഇളയ മകനെ കൊണ്ടുപോകുക, അപായപ്പെടുത്തി എന്ന് സംശയിക്കുക, ഒരു മകൻ നഷ്ടപ്പെടുക, മറ്റൊരവസ്ഥയിൽ രണ്ടാമത്തെ മകൻ നഷ്ടപ്പെടുക അല്ലെ? നഷ്ടപ്പെടുന്നതോ മയ്യത്ത് കിട്ടിയാൽ സമാധാനം ഉണ്ടാവും, മരിച്ചു എന്നുള്ളത്. പക്ഷേ എന്റെ കുട്ടി എവിടെയാണ്, അവന്റെ അവസ്ഥ എന്താണെന്ന് അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് മരണത്തെക്കാൾ വലിയ ഭീകരമായ അവസ്ഥയാണ്. മറ്റു മരിച്ചു വിചാരിച്ച അതല്ല, എന്റെ കുട്ടി എവിടെങ്കിലും പീഡിപ്പിക്കപ്പെടുകയാണോ, എന്റെ കുട്ടി എവിടെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. അതല്ല, ഒരു കുട്ടിനെ കാണാനില്ലാതായി മയ്യത്ത് കിട്ടാതിരിക്കുമ്പോൾ സഹോദരങ്ങളെ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. അതൊക്കെ അനുഭവിക്കണം. ഇവിടെ പ്രവാചകനാണ് അനുഭവിക്കുന്നത്. അവസാനം ഇത് തിരിച്ചു വരിക. ഇതൊക്കെ ആ സൂറത്ത് യൂസുഫ്, ബാക്കി വിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങളൊക്കെ പല സ്ഥലത്ത് ചെതറിക്കിടക്കണം അല്ലെ? ആദിന്റെയും സമൂഹത്തിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ ചരിത്രം ഓരോ സൂറത്തിലും ഇടക്കിടക്ക് ഇങ്ങനെ കുറച്ചാണ് പറയാം. പക്ഷെ യൂസുഫ് നബിന്റെ ചരിത്രം ഒരൊറ്റ സൂറത്തില് തുടക്കം മുതൽ ഒടുക്കം വരെ നബിക്ക് ഓതി കൊടുത്തിട്ടാണ്. നബി ബേജാറാകണ്ട. ഇതിനേക്കാളൊക്കെ മാനസിക സംഘർഷത്തിലൂടെ കഴിഞ്ഞുപോയ പ്രവാചകന്മാര് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. അവസാനം വിജയം വരും. അതൊക്കെ പടച്ചോൻ ഒന്നാക്കി 11 മക്കളെ മുമ്പ് കൊണ്ടേ സുജൂദ് ചെയ്ത് പടച്ചോൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സത്യം. അതുകൊണ്ട് ഇതൊന്നും പടച്ചോന് പ്രയാസമല്ല. ഇവരൊക്കെ തിരിച്ച് കാലിന്റെ അടിയിലേക്ക് വരുന്ന, ഈ മക്കൾ കീഴ്പ്പെടുന്ന വലിയൊരു വിജയം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ് സൂറത്ത് യൂസുഫിലൂടെ. സഹോദരങ്ങളെ, ഇതൊക്കെ നബിക്ക് മാത്രമല്ല, ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ വെളിച്ചമാണ് അല്ലെ? ഒരാളെ ഏറ്റവും കൂടുതൽ എന്തിനെയാണ് ഭയപ്പെടുന്നത്, അതിൽ തന്നെയാണ് പരീക്ഷണം ഉണ്ടാകുക. യൂസുഫിന്റെ വിഷയത്തിലാണ് യാക്കൂബ് നബിക്ക് ഏറ്റവും വിഷമുണ്ടായിരുന്നത്, ഏറ്റവും പേടിയുണ്ടായിരുന്നത്, ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്നത് യൂസുഫിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് യൂസുഫിന്റെ വിഷയത്തിൽ തന്നെയാണ് യാക്കൂബ് നബി അല്ലാഹു പരീക്ഷിച്ചത്.
അവിടെ നമ്മക്ക് എന്തിനാണോ കൂടുതൽ ടെൻഷൻ ഉള്ളത് അവിടെ തന്നെയാണ് നമ്മൾ പിടിക്കുക. നിങ്ങൾക്ക് മക്കളോടാണോ സ്നേഹം, മക്കളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. എന്തിന് അതല്ല, അല്ലാതെ നിങ്ങളെ പരീക്ഷിച്ചിട്ട് കാര്യമല്ല. അപ്പോഴല്ലേ പരീക്ഷ എന്ന് പറയാ അല്ലെ? നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോ നിങ്ങളെ പറയാം ബിസിനസ്സിന് കഴിഞ്ഞ ദിവസം ഒരു 10 കോടി രൂപ നഷ്ടം ഉണ്ടായി തന്ന അത് പോട്ടെ എന്ന് പറയണ നിങ്ങൾക്ക് അതൊരു പരീക്ഷണമല്ല. അത് പോട്ടെ എന്ന് പറയണ നിങ്ങൾക്ക് എന്തല്ല, അതൊരു പരീക്ഷണമല്ല. പക്ഷേ നിങ്ങളെ മക്കള് നിങ്ങളെ മകനെ നിങ്ങളെ മകൻ വഴി തെറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ മകൻ എന്ന സ്ഥലത്ത് മോശമായ സാഹചര്യത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റൂല. അത് താങ്ങാൻ പറ്റൂല. കാരണം അതായിരിക്കും നമുക്കുള്ള പരീക്ഷണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വത്തും സന്താനങ്ങളും ഇതൊക്കെ പരീക്ഷണമാണ്. ഇതൊക്കെ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ ഇതൊന്നും നമ്മളാരും ചോദിച്ചിട്ട് തന്നതല്ല അല്ലെ, നമ്മളെന്തെങ്കിലും ഒരു മഹത്വം കൊണ്ട് തന്നതല്ല അല്ലെ. നമ്മൾ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എന്നെ പഠിച്ചോ, അതൊക്കെ ജൂതന്മാരെ വിശ്വാസമാണ്. എന്നെ പഠിച്ചോൻ കൊടുക്കൂല, എന്നെ പഠിച്ചോൻ നരകത്തിലൂടൂല എന്നൊക്കെ. ഇല്ല അയ്യാമൻ മഅദൂദാ, എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകം ബാധിക്കൂല എന്ന്. അതൊക്കെ അവരെ വിശ്വാസമാണ്. സഹോദരങ്ങളെ, നമ്മൾ നല്ലോണം പേടിക്കണം. നമ്മൾ പേടിക്കേണ്ടത് ദുനിയാവിലെ വിഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലല്ല. നമ്മളെ ദീന് നഷ്ടപ്പെടും. ആ ഗുഹാവാസികൾ എഴുന്നേറ്റ് പോകും പറഞ്ഞില്ലേ, ഈ അവരെങ്ങാനും പിടിച്ചിട്ട് അവരുടെ മതത്തിലേക്ക് മടക്കുമോ എന്ന്, എന്നെ എറിഞ്ഞു കൊല്ലുമോ എന്നത്, അതൊക്കെ ആ മതത്തിലേക്ക് എങ്ങാനും മടക്കപ്പെട്ടാൽ, ആ പൂർവ്വ ശിർക്കിലേക്ക് മടക്കപ്പെട്ടത് നിങ്ങൾ ഒരിക്കലും വിജയിക്കൂലാണ്. അപ്പൊ ആ വിജയം ശാശ്വതമായ പരലോക വിജയം. എന്ത് ക്യാൻസർ ആണെങ്കിലും അതിന് എൻഡ് ഉണ്ടല്ലോ അല്ലെ. ഇപ്പൊ ക്യാൻസറുള്ള രോഗിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നൊരു പ്രതീക്ഷയാണ്. മരണപ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമില്ലാത്തതുകൊണ്ടാണ്. അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് വലിയ ആശ്വാസമാണ്. കാരണം ദുനിയാവിലെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവസാനിക്കണം. പിന്നെ പരലോകമാണ്. പരലോകം സഹോദരങ്ങളെ കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൈകളിലാണ് അതിന്റെ പൂർണ്ണ അധികാരം. അതിൽപ്പെടെ ഒരു ജുഡീഷ്യറിക്കും ഒരു രാജവാഴ്ചക്കും ഒരു തരിപ്പും സ്വാധീനം ചെലുത്താൻ പറ്റാത്ത അല്ലാഹുവിന്റെ പൂർണ്ണമായ വിചാരണ അടക്കി വേണമെന്ന വിചാരണയും അടക്കം പരലോകത്തിന്റെ ഉടമസ്ഥ പടച്ചോനാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നിസ്കാരത്തിന് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ നമ്മളെ ഓർമ്മിപ്പിക്കണം. എന്തിനാണ് സഹോദരങ്ങളെ? ഒരു വിചാരണ നമ്മളെ കാത്തു കിടക്കുന്നുണ്ട്. അവിടെ പടച്ചോന്റെ പൂർണ്ണ അധികാരമുണ്ട്. അത് പടച്ചോന്റെ കാരുണ്യത്തിലാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ആയത്തുകൾ സൂറത്തു ربي إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഓതിയ ആയത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എന്റെ റബ്ബേ, തീർച്ചയായിട്ടും മനുഷ്യരിൽ നിന്ന് വളരെ പേരെ വിഗ്രഹങ്ങൾ വഴിപിഴപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനാൽ ആരെന്നെ പിന്തുടരുന്നുവോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും നീ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ആയത്തുണ്ട്. അതേപോലെ തന്നെ സൂറത്തു മാഇദയുടെ അവസാന ഭാഗത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംസാരമായിട്ട് നാളെ പരലോകത്ത് ഈസാ നബി പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് നാളെ മഹ്ശറയിൽ വെച്ച് പറയുന്ന കുറച്ച് വാക്കുകൾ സൂറത്തു മാഇദയുടെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസ് അത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. എന്താണ് അള്ളാഹു പറയാണ്, മറിയമിന്റെ മകനായ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവില്ലെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? മരജോഗി, നാളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാണുള്ളത്? ക്രിസ്ത്യാനിയാണുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും പ്രമുഖ മതവിഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനികളാണ് അല്ലെ. ആ ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ നാളെ പടച്ചോ ഈസാ നബിയോട് ചോദിക്കുകയാണ് അല്ലെ. ഈസാ നബിന്റേതെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലൊക്കെ ഈസാ നബിന്റേതെന്ന് പറഞ്ഞ ആ ചിത്രം, ആ കുരിശിൽ കിടക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം, അവര് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അവർ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്.
പ്രാർത്ഥിക്കുന്നത്, കന്യാമറിയത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ അള്ളാഹുവിനോടല്ല പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അള്ളാഹുവിനോടാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഈസാ നബിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏകദൈവം എന്ന് ഒരു തൃത്വത്തെ, അല്ലെ, മൂന്നിലൊന്നായ ദൈവം, അല്ലെ, മൂന്നും കൂടിയ ദൈവമാണ് അവരാരാധിക്കുന്ന ദൈവം. സത്യത്തിൽ അവരാരാധിക്കുന്നത് ജീസസിനെയാണ്, ഈസാ നബിയെയാണ്. അപ്പൊ അള്ളാഹു നാളെ പരലോകത്ത് മഹ്ശറയിൽ ചോദിക്കാണ്. എന്താണ്? അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം, അല്ലയോ മറിയമിന്റെ മകനായ ഈസ, അഅൻത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? എന്താണ്? നിന്നെയും നിന്റെ മാതാവിനെയും ആരാധ്യ വസ്തുക്കളാക്കിക്കൊള്ളു, എന്നെയും, അതായത് ഈസാ നബിനെയും ഉമ്മ മറിയത്തെയും ആരാധിക്കാൻ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് ഖാല, അദ്ദേഹം പറയും, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറയാൻ അവകാശമില്ലാത്ത ഒന്നാമത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതുഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ അത് നീ അറിഞ്ഞിട്ടുണ്ടാവും. തഅലമു മാ ഫീ നഫ്സി, എന്റെ നഫ്സിലുള്ളത് നീ അറിയും. വലാ അഅലമു മാ ഫീ നഫ്സിക, എന്റെ നഫ്സിലുള്ളത് ഞാൻ അറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണ് എല്ലാം അറിയുന്ന റബ്ബ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്താണ്? അനിഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെ റബ്ബായ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ബൈബിൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ബൈബിളില് എന്റെ കർത്താവ് ഏക കർത്താവ്, ആ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം എന്നാണ്. റെഡ് ലെറ്റേഡ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ ഉണ്ട്. റെഡ് ലെറ്റേഡ് ബൈബിൾ എന്ന് പറഞ്ഞാല് ഈസാ നബി പറഞ്ഞ കാര്യങ്ങൾ, യേശു ക്രിസ്തു ജനങ്ങളോട് പറഞ്ഞ ആ വാക്കുകൾ ചുവന്ന അക്ഷരത്തിൽ രേഖപ്പെടുത്തിയ ബൈബിളുണ്ട്. ആ ബൈബിളിൽ ചുവന്ന അക്ഷരത്തിൽ കാണാൻ പറ്റും, യേശു ജനങ്ങളോട് പറഞ്ഞു, എന്റെ കർത്താവ് ഏക കർത്താവ്, ആ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം എന്നാണ്. ഞാൻ അവരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ദൈവമാക്കിക്കൊള്ളുവിനെന്ന്. ഞാൻ അവരോട് പറഞ്ഞത് എന്താണ്? മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അനിഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കണമെന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ സാക്ഷിയായിരുന്നപ്പോൾ എന്താണ്? ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവർക്കിടയിൽ സാക്ഷിയായിട്ട് അവരുടെ മേൽ സാക്ഷിയായിരുന്നു. പിന്നെ ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, നീ എന്നെ പൂർണ്ണമായി എടുത്തപ്പോൾ നീയാണ് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും നീയാണ് സാക്ഷി റബ്ബേ എന്ന് ഈസാ നബി മറുപടി പറയുമെന്നാണ്. എന്നിട്ടോ ഈസാ നബി പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണെന്ന് ഉറപ്പ്, അല്ലെ? നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. നീ അവർക്ക് പൊറുത്തു കൊടുക്കുകയാണെങ്കിൽ നീയാണ് പ്രതാപിയും യുക്തിമാനുമെന്ന് ഈസാ നബി അലൈഹി സ്വലാം പൊറുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപത്തിൽ അവിടെ പറയുമെന്ന് ഈ സൂറത്തു മാഇദയുടെ അവസാനം ഈ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നു എന്ന്, കരഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ഉദ്ധരിക്കുന്ന, ഹാക്കിം മുസ്തദറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ആയത്ത് ഓതിയിട്ട് ഇബ്രാഹിം നബി തന്റെ ജനങ്ങളുടെ വിഷയത്തിൽ കരയുന്ന ആയത്തും ഈസാ അലൈഹിസ്സലാം നാളെ പരലോകത്ത് അല്ലാഹുവിനോട് തന്റെ സമൂഹത്തെ പറ്റി നീ അവരെ ശിക്ഷിച്ചാൽ നീയാണല്ലോ, നിന്റെ അടിമകളാണല്ലോ അവര്. നീ അവർക്ക് പുറത്തു കൊടുത്താൽ നീ പ്രതാപിയും ഹകീമുമാണ്, യുക്തിമാനുമാണ് എന്ന് ഈസാ നബി പറയുന്ന ആയത്ത് മോദിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോ അള്ളാഹു മലക്കിനെ അയക്കുമെന്നാണ്. മലക്കിനെ അയച്ചിട്ട് ചോദിക്കും, എന്തിനാണ് മുഹമ്മദ് ഇത്രയും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോ തന്റെ ഉമ്മത്തിന്റെ വിഷയത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിലിനെ കുറിച്ച് മലക്ക് അള്ളാഹുവിനോട് പറയുമ്പോൾ ഈ മുഹമ്മദിനോട് പറഞ്ഞേക്കുക, എന്ത് ഉമ്മത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ താങ്കളെ സങ്കടപ്പെടുത്തുകയില്ല പ്രവാചകൻ
പ്രവാചകനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു മറുപടി പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും ഹദീസിൽ. സഹോദരങ്ങളെ, ഉമ്മത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചു പുലർത്തിയ ഒരു മാനസികാവസ്ഥയാണ്. ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് മുഴുവൻ, ശിർക്ക് ചെയ്യാത്ത ആളുകളെ മുഴുവനും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നത് വല്ലാത്തൊരു പ്രതീക്ഷല്ലേ അല്ലെ? ഒരു മകൻ മരിച്ചു, കുറച്ചൊക്കെ തോന്നിയാസുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ മകന് മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി നാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് അല്ലെ? മുസ്ലിമായിട്ടാണോ സഹോദരങ്ങളെ? ശിർക്ക് ചെയ്യാത്തൊരവസ്ഥയിലാണോ നിങ്ങൾ മരിച്ചു പോയിട്ടുള്ളത്? നിങ്ങൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ പൂർണ്ണമായ ശിക്ഷ കഴിഞ്ഞാൽ നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്നതാണ്. എന്നിട്ടാണ് നരകത്തിന്റെ അടപ്പടക്കുള്ളൂ. ആ അടച്ചു കഴിഞ്ഞാൽ ശിർക്ക് ചെയ്യാത്ത എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. നിന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ പ്രവാചകരെ താങ്കളെ സങ്കടപ്പെടുത്തൂല എന്ന് പറഞ്ഞു.